അമേരിക്കയുമായുള്ള സംഘർഷത്തിനിടെ ഇറാനിൽ 2 വമ്പൻ സ്ഫോടനങ്ങൾ നടന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ ലഭിക്കുന്നു. ഈ 2 സ്ഫോടനങ്ങളിലും 5 പേർ കൊല്ലപ്പെടുകയും 14 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തെക്കു പടിഞ്ഞാറൻ നഗരമായിട്ടുള്ള അഹ്വാസിൽ ഉണ്ടായ ഈ സ്ഫോടനം ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിലാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ പൊട്ടിത്തെറിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഗ്യാസ് പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. അങ്ങനെ അല്ലാത്ത അനൌദ്യോഗികമായിട്ടുള്ള വിവരങ്ങളും ഇപ്പോൾ പാറിക്കളിക്കുന്നുണ്ട്. എന്തായാലും ഒരു റെസിഡൻഷ്യൽ കെട്ടിടം സമ്പൂർണ്ണമായി തകർന്ന് 4 പേർ മരിച്ചതായി ഒരു പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. രണ്ടാമത്തെ സ്ഫോടനം തുറമുഖ നഗരമായിട്ടുള്ള അബ്ബാസിലാണ് നടന്നത്. ഒരാൾ കൊല്ലപ്പെടുകയും 14 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്നാണ് നിലവിൽ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. ആക്രമണത്തിന്റെ കാരണം അന്വേഷിച്ചു വരികയാണെന്ന് ഇറാൻ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അവർക്ക് ചികിത്സ നൽകി വരികയാണ് എന്ന റിപ്പോർട്ടുകൾ ലഭിക്കുന്നു. സ്റ്റേറ്റ് ടിവിയിൽ സംപ്രേഷണം ചെയ്ത ചിത്രങ്ങളിൽ കെട്ടിടത്തിന്റെ പുറംഭാഗം പറന്നുപോയതായും ഉൾഭാഗത്തിന്റെ ഭാഗങ്ങൾ കാണാനാകുന്നതായും അവശിഷ്ടങ്ങളെല്ലാം എല്ലാ ദിശകളിലുമായി ചിതറിക്കിടക്കുന്നതായും കാണിച്ചു. സ്ഫോടനത്തിൽ ഒരു റവല്യൂഷണറി ഗാർഡ് കമാൻഡറെ ലക്ഷ്യമിട്ടുവെന്ന ഓൺലൈൻ റിപ്പോർട്ടുകളുടെ ആരോപണങ്ങൾ പൂർണ്ണമായും തെറ്റാണ് എന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. US പെന്റഗൺ ഇത് സംബന്ധിച്ച് ഒരു മുന്നറിയിപ്പും നൽകിയിട്ടില്ല. അമേരിക്ക എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് തീർച്ചയായും അവരുടെ സുരക്ഷയും ഇസ്രായേലിന്റെ സുരക്ഷയും മുഴുവൻ മിഡിൽ ഈസ്റ്റിനെയും സുരക്ഷയും അപകടത്തിലാക്കുമെന്ന് ഇറാനിയൻ ചീഫ് ഓഫ് സ്റ്റാഫ് അമീർ ഹത്താമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് ഇറാനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സായുധ സേന പൂർണ്ണമായും സജ്ജരാണെന്ന് മേഖലയിലെ ശത്രുവിന്റെ പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഏത് സാഹചര്യത്തിലും ഞങ്ങൾ തയ്യാറാണ്. മറുകക്ഷി ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെങ്കിൽ അവർ ഇറാനോട് ബഹുമാനത്തോടെ പെരുമാറും എന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. US പ്രസിഡന്റ് ട്രംപിന്റെ ആക്രമണാത്മക പ്രസ്താവനകൾക്ക് ശേഷം US തങ്ങളുടെ വിമാനവാഹിനി കപ്പലായിട്ടുള്ള എബ്രഹാം ലിങ്കണെ ഈ മേഖലയിൽ അയച്ചതിനു ശേഷമാണ് ഈ സ്ഫോടനം ഉണ്ടായതെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.